കുടിയാന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് വീട്ടിൽ പോകണ്ട. കാര്യം 12 മണിക്ക് കുടിച്ചേച്ച് പിന്നെ ബാറിൽ തന്നെ അവർ കിടന്നുറങ്ങിക്കോളും. ഉറങ്ങി പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ബാറ് അടയ്ക്കുമായിരിക്കും. അത് വീട്ടിൽ പോകണ്ട. പിന്നെ ബ്രഷും പേസ്റ്റുമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ബാത്റൂമൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. പല്ലൊക്കെ തേച്ച് ഫ്രഷായി വീണ്ടും രാവിലെ വരെ വീണ്ടും തുടങ്ങാം. ബാറിൽ നിന്ന് മേടിക്കുന്നതും ബീവറേജ് മേടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒന്ന് കത്തിച്ച് നോക്കാമോ? ബീവറേജ് മേടിക്കുന്ന സാധനം കത്തും, ബാറിൽ നിന്ന് മേടിക്കുന്ന സാധനം കത്തത്തില്ല. എന്നാ അതിനകത്ത് വെള്ളം ചേർത്താണ് കൊടുക്കുന്നത്. അതൊരു 4-5 വെക്കടിച്ചെങ്കിലേ ഉള്ളൂ ചെറുതായിട്ട് തലക്ക് പിടിക്കുകയുള്ളൂ. ബീവറേജ് മേടിക്കുകയാണെങ്കിൽ 2 അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ടായിരിക്കും. മദ്യപാനം കൂടുതലും നടത്തുന്ന സാധാരണക്കാരാണല്ലോ. അന്നും തൊഴിലെടുക്കുന്നവർ പോയി മദ്യവെച്ചിട്ടാണ് വീട്ടിൽ പോകണം. ഇത് കുറച്ചാൽ അവർ കുറച്ച് നേരത്തെ വീട്ടിൽ പോകും. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ നമ്മുടെ ഫ്രണ്ടിലേക്ക് തല്ലി വരത്തുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 12 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും, 10 മണിക്കായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇതിന് എൻജോയ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് നല്ലത് തന്നെയാണെന്നാണ് നിങ്ങളുടെ. അപ്പോൾ മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ബാറിൻ്റെ ടൈം മാറ്റി ഇപ്പോൾ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ആക്കിയിരിക്കുകയാണ്. അപ്പം അത് കൂടുതൽ അതിനെ എതിർക്കുന്നവരും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം മദ്യപാനികളെ സംബന്ധിച്ച് ഇതൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം, അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ ചേട്ടൻ നമുക്കറിയാം, ഇപ്പോൾ ബാറിൻ്റെ സമയം കൂട്ടിയിരിക്കുകയാണ്. അതായത് 11 മണി തൊട്ട് 12 മണി വരെ കൂട്ടുക എന്നുള്ളൊരു നിയമം സർക്കാർ ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? 11 തൊട്ട് 12 വരെ എടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. പക്ഷേ അത് നേരത്തെ ആണെങ്കിൽ 11 എന്നുള്ളത് നേരെ പുറകോട്ട് താത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ പണിക്കാർ പോകുമ്പോൾ 8:30 പണിക്ക് കയറണ്ടേ. എല്ലാവരും ചെന്ന് പണിക്ക് കയറുമ്പോഴത്തേക്കും 8:30 ആകുമ്പോൾ ചെല്ലണം പണിക്ക്. അപ്പോൾ 8:30 മുമ്പ് കൈയും കാലും വിറയ്ക്കുന്നവരെന്നായിരുന്നു ഈ ഷാപ്പിൽ ചെന്ന് കള്ള് തെളിയും കുടിച്ചിട്ട് പോകുന്നത്. ഇവർക്ക് നേരത്തെ ബാറ് തുറന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ 2 അടിച്ചിട്ട് പോയി പണിയും നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. രാത്രി 12 മണി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി റോഡ് അപകടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ? അത് ഉണ്ടാവും. പക്ഷേ അത് അമിതമായിട്ട് കൂടുതൽ അടിക്കുന്നവർ എല്ലാം ഓട്ടം വിളിച്ച് പോകണം. അല്ലാതെ എന്നെപ്പോലെയൊക്കെയാണെങ്കിൽ ഞാൻ നടന്ന് വീട്ടിലേക്ക് പോകും. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് ഇപ്പം കുടുംബവും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് 12 മണി വരെ നിൽക്കുന്നത് അവരെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസം ഞാൻ ശരാശരി ഒരു ദിവസം ഞാൻ പണിയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വർക്കുണ്ടെങ്കിൽ ഞാൻ 1200 രൂപയ്ക്ക് പണിയുന്നതാണ്. വെൽഡിങ്ങിൻ്റെ വർക്കാണ്. പിന്നെ വണ്ടിയെ പോകും. ഇപ്പം അതുകൊണ്ടിപ്പം സർക്കാർ ജോലി വരെ എനിക്ക് കിട്ടിയത്. പക്ഷേ അതിന് ഞാൻ പോകുന്നില്ല. വീട്ടുകാരെ നിർബന്ധിച്ച് പോകല്ലെന്ന്. കാരണം വെച്ചാൽ എന്നെ രാവിലെ കിടന്ന് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അന്നേരം ഇപ്പോൾ ഊതിരും ഇത് കൂട്ടും മഞ്ചിങ്ങെല്ലാം ഇല്ലേ KSRTCയുടെ അതിൽ വന്നിരിക്കും. ഇപ്പം 4ാമത്തെ പ്രാവശ്യം ഇത് വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ 2 അടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വെൽഡിങ്ങിൻ്റെ പണി നടക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ നേരെ മറിച്ച് അവർ 10 മണിയാകുമ്പോഴത്തേക്കും അത്രയും നേരം വരെ ഇത് നോക്കി വന്നിട്ട് 11 മണി വരെ നോക്കി വയ്ക്കണം. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാപ്പി കുടിക്കാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങേറ്റത്ത് ഇവിടം വരെ വരുമ്പോൾ എന്തുമാത്രം വണ്ടിക്കരി അതെല്ലാം കൂടി അങ്ങനെ അങ്ങ് പോകും. അതിനാൽ 1200 രൂപയ്ക്ക് പണിയുന്നത് അതിൻ്റെ മുക്കാ ഭാഗവും ബാറിലാണ് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണല്ലോ ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ താന്ന ഇതിൽ എന്നെ പോലെയൊക്കെ പണിയുന്നവൻ ഒരു ദിവസം കിട്ടുന്ന പണിക്കാശ് എന്ന് പറഞ്ഞാൽ 1500 1200 രൂപയാണ്. ആ കാശിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ മുക്കാ ഭാഗവും ബാറിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബീവറേജിൽ കൊടുക്കും. സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിൽ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പറയാനുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അത് സർക്കാർ ഈ വീണ്ടും സമയം കൂട്ടുന്നതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിലൊരു പ്രശ്നമായി തീരത്തില്ലേ? ഒരുപാട് പേരുടെ ജീവിതത്തിന് പ്രശ്നമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർ കുടിക്കുന്നത് അവരുടെ അളവിനാണ് കുടിക്കുന്നത്. അടിച്ച് കോൺ തട്ടി നേരെ വഴി കിടക്കുക ഇത് ചെയ്യുക. പിന്നെ വേറൊരു നിയമം ഉണ്ടല്ലോ, സർക്കാരിന് തന്നെ ഉണ്ടല്ലോ. ബാറിൽ നിന്ന് ഒരുത്തൻ വീണ് കിടന്നു കഴിഞ്ഞാൽ അവനെ വീട്ടിലെത്തിക്കാനുള്ള നിയമമുണ്ടോ? ഉണ്ടല്ലോ. വീണ് പോയി കഴിഞ്ഞാൽ അവനെ വീട്ടിലെത്തിക്കാനുള്ള വണ്ടി കയറ്റി വണ്ടി കാശും കൊടുത്ത് വീട്ടിലെത്തിക്കാനുള്ള നിയമമുണ്ട്. ശരിയല്ലേ? ഞാൻ നേരം വെളുക്കുമ്പോൾ തൊട്ട് ഞാൻ വേണ്ട ഇതിപ്പോൾ മൊത്തം TV വരുന്നതല്ലേ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ രാവിലെ എനിക്ക് 2 അടിക്കാൻ ഞാൻ പണിക്ക് പോകത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ ജവാൻ മേടിക്കാൻ. പിന്നെ ചില ബീവറേജിലും ബീവറേജിൽ നിന്ന് മേടിക്കുന്ന സാധനം നല്ലതാണ്. പക്ഷേ ബാറിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് അത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ.
ബാറിൽ നിന്ന് മേടിക്കുന്നതും ബീവറേജ് മേടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒന്ന് കത്തിച്ച് നോക്കാവോ. ബീവറേജ് മേടിക്കുന്ന സാധനം കത്തും, ബാറിൽ നിന്ന് മേടിക്കുന്ന സാധനം കത്തത്തില്ല. എന്നാ അതിനകത്ത് വെള്ളം ചേർത്താണ് കൊടുക്കുന്നത്. അതൊരു 4-5 വെക്കടിച്ചെങ്കിലേ ഉള്ളൂ ചെറുതായിട്ട് തലയ്ക്ക് പിടിക്കുകയുള്ളൂ. ബീവറേജ് മേടിക്കുകയാണെങ്കിൽ 2 അടിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക്. എൻ്റെ മൊത്തം ഇട്ടോ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. എന്നെ മൊത്തത്തോടെ ഈ ലോകം മൊത്തം അറിയുന്നതാണ്. പാമ്പ് പിടിക്കുന്ന ഞാൻ, പാമ്പ് പിടുത്തക്കാരനാണ് ഞാനും എൻ്റെ അച്ഛനും. പിന്നെ ഇതുമല്ല എൻ്റെ മൊത്തം അറിയാം. എൻ്റെ പേര് പ്രസാദ് എന്നാണ്, എന്നെ പാമ്പെന്ന് വിളിക്കുന്നത്. ഇതൊക്കെയല്ല. ബാറിൻ്റെ സമയം കൂട്ടാൻ തീരുമാനിച്ചത് ടൂറിസം മേഖലയിലും വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പണ്ട് ഇവിടെ ടൈമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇവിടെ ഓട്ടോറിക്ഷയ്ക്കും എല്ലാം വണ്ടിക്കറിയൊക്കെ നല്ല എപ്പോഴും ആളുണ്ടായിരുന്നു, ഓട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ടൂറിസം മേഖലയ്ക്ക് ഇപ്പോൾ ഓൾറെഡി സമയം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൊതുവായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഇതാണെന്നുള്ള എൻ്റെ അഭിപ്രായം. ഇപ്പോൾ 12 മണി വരെ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 തൊട്ട് 12 വരെയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് റോഡ് അപകടങ്ങൾ, ഇപ്പോൾ മദ്യപിച്ച് കൂടുതൽ വാഹനം ഓടിക്കുക, അതുപോലെ റോഡ് അപകടങ്ങളൊക്കെ നടക്കാൻ സാധ്യതയില്ലേ? മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് കർശനമായ നിയമനിർമ്മാണങ്ങളുണ്ട്, അതിന് പോലീസ് ചെക്കിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് മാത്രമേ അതിന് പോകാൻ വഴിയുള്ളൂ. മദ്യപിച്ച് ഓടിക്കണമെന്ന് തീരുമാനിച്ചാൽ മദ്യപിച്ച് ഓടിച്ചിരിക്കും. ഞാനാണെങ്കിൽ കഴിഞ്ഞ 35 വർഷമായിട്ടൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വണ്ടി വിളിക്കുന്ന ആളിൽ നിരവധി പേരെന്നെ മദ്യപിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഇന്നെന്തേ ഈ വൈറ്റ് ഗേറ്റിൽ ഞാൻ പോയി ഉച്ചയ്ക്ക് പോയി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സംസാരിക്കാതിരിക്കണം, മദ്യപിക്കാൻ. ഞാൻ മദ്യപിക്കാറില്ല. അവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ച് അവർ ഞാൻ പറഞ്ഞു തണുക്കാത്ത സോഡ വേണം, സോഡ മേടിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിട്ട് എനിക്ക് 100 രൂപ കൂടുതലും തന്നു. ഇതാണ് കാര്യം. മദ്യപിക്കണമെന്നുള്ളത് മദ്യപിച്ചിരിക്കും. ഞാൻ ചേട്ടൻ മദ്യപിക്കാറില്ല, അപ്പോൾ എന്തുകൊണ്ടാണ് ബാറ് കൂടുതൽ സമയം എടുക്കണമെന്നൊരു അഭിപ്രായം? മദ്യപിക്കാറെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ യഥാർത്ഥത്തിൽ വൈക്കം പോലുള്ള പ്രദേശത്തല്ല ഇതിന് പ്രാതിനിധ്യമുള്ളത്. ഈ IT മേഖലയിലുള്ളവർ ത്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ടാക്സി ഡ്രൈവറായിട്ടും മറ്റുള്ള വണ്ടികൾ ഓടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 12 മണിക്കൊക്കെയാണ് അവർ ഷിഫ്റ്റ് കഴിയുന്നത്. അപ്പോൾ അതുപോലുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 12 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും, 10 മണിക്കായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇതിന് എൻജോയ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പ്രശ്നമായിരിക്കില്ലേ ഇത്? കാരണം 12 മണി വരെ ഇപ്പം കുട്ടികളും അതുപോലെ ഭാര്യയൊക്കെ ഉള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ലേ? സാധാരണക്കാരായ എല്ലാ ആളുകളെയും മദ്യപിക്കുന്ന എല്ലാവരെയും തന്നെ ഇത് ബാധിക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ മദ്യപാനം ഇവിടെ ഒരു ഘട്ടത്തിലിവിടെ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയേറെ കഞ്ചാവും ഹഷീഷും അതുപോലുള്ള കാര്യങ്ങൾ വന്നത്. അതിവിടെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള, മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഈ മദ്യം നിരോധിക്കുന്നതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ മദ്യം നിരോധിച്ചിരിക്കുക, അല്ല പല തലങ്ങളും നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ രഹസ്യമായിട്ട് മാറ്റി മരിച്ച ആളിവിടെ അടുത്ത സ്ഥലത്തുണ്ട്, മരിച്ചിട്ട് കുക്കർ പൊട്ടിത്തെറിച്ച് മരിച്ച്. അപ്പം ഇത് നിരോധിക്കുക എന്ന് പറഞ്ഞ് നിരോധിച്ചെന്നുകൊണ്ട് സാധനം നിൽക്കത്തില്ല. മദ്യം നിരോധിക്കുക, മദ്യം ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആവശ്യമുള്ളവർക്ക്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബം നോക്കുന്നവർ അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുക എന്നവർക്ക് ചെയ്യാൻ കുഴപ്പമില്ലെന്നുള്ളതാണ്. സർക്കാരിനൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണിത്. അപ്പം അത് സാധാരണക്കാരെയല്ലേ ഏറ്റവും കൂടുതലും ബാധിക്കുക? സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമല്ല. സർക്കാരിന് എത്ര കോടി രൂപ വരുമാനമുണ്ട്? സർക്കാരിന് ഏതാണ്ട് 10% വരുമാനമാണ് ഈ മദ്യത്തിൽ നിന്ന് വരുന്നത്. അതിലേറെ മറ്റ് മാർഗങ്ങളിലൂടെയാണ് വരുന്നത്. സർക്കാരിൻ്റെ പ്രധാന വരുമാനം മദ്യമെന്ന് പറയുന്നത് അത് തന്നെ വെറുതെ തട്ടിപ്പ് പരിപാടിയാണ്. അത് മാധ്യമങ്ങളും അത് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. സർക്കാരിൻ്റെ പ്രധാന വരുമാനം ഇതല്ല. കർണാടകയൊക്കെ ഇതിൻ്റെ നേരെ ഇരട്ടിയാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം. ഈ സമയം കൂട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആൾക്കാർക്ക് മദ്യപാനവും പുകവലിയും അതുപോലെ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗം കുറയ്ക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെയും മദ്യം കൂടുതൽ കഴിക്കാനുള്ളൊരു സംവിധാനം സർക്കാർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ മോശമായ ഒരു നടപടിയാണ്. കൂടുതലൊന്നും വിശദീകരിക്കാനില്ല, ഈ ഒറ്റ വാക്കെ തീർന്ന സംഭവം. ഇപ്പോൾ ഒരുപാട് റോഡ് അപകടങ്ങളൊക്കെ കൂടുതലും വർദ്ധിക്കത്തില്ലേ? 12 മണി വരെ സമയം നീട്ടുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും അതുപോലെ റോഡ് അപകടങ്ങളൊക്കെ അപകടങ്ങളൊക്കെ വർദ്ധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴിയിലാണ്ടാത്തവർ ഇവൻ കണ്ടമാനം വീശി പോയി എവിടെയെങ്കിലൊക്കെ ചെന്ന് കയറും. അങ്ങനെയുണ്ട്. ഏതെങ്കിലും നിയമപാലകർ കൈ കാണിച്ചാൽ അവൻ നിർത്താതെ പോകും. അത് കൂടുതൽ അപകടങ്ങൾക്ക് ഇടയാവും.
അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമയം ദീർഘിപ്പിക്കുന്നത് വീട്ടിൽ ഉത്തരവാദിത്തമായിട്ട് വീട്ടിൽ ചെല്ലിയല്ല. മറ്റേ ഇപ്പോൾ 10 മണിക്ക് ചെല്ലുക, അത് 12 മണിക്ക് ചെല്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. സർക്കാർ ഈ വരുമാനം കൂട്ടുമ്പം സാധാരണക്കാർക്കല്ല അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മദ്യപാനം കൂടുതലും നടത്തുന്ന സാധാരണക്കാരാണല്ലോ. പൊതുവെ അന്നും തൊഴിലെടുക്കുന്നവർ പോയി മദ്യവെച്ചിട്ടാണ് വീട്ടിൽ പോകണം. ഇത് കുറച്ചാൽ അവർ കുറച്ച് നേരത്തെ വീട്ടിൽ പോകും. സമയദൈർഘ്യം കൂട്ടിയതിനോട് യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ എന്താ പറയണം, യാത്രക്കാർക്ക് ബസ്സിൽ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? യാത്ര ഒരു വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ നമ്മുടെ ഫ്രണ്ടിലേക്ക് തള്ളി വരത്തുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നോക്കുമ്പം അവർക്ക് വീണ്ടും സമയം കൂട്ടിയത് വഴക്കുകളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അത് തന്നെ. പിന്നെ കൂടുതലും റോഡപകടങ്ങൾ റോഡപകടങ്ങൾ അത് ശരിയാ. വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അപകടങ്ങൾ. ഇന്നലെ തന്നെ ഒരാൾ മരിച്ച കണ്ടില്ല. ഒരു കുഴി, റോഡ് മൊത്തം കുഴിയാണ്. അപ്പോൾ ഇതും കൂടെ കഴിച്ചേച്ചും പോവുകയാണെങ്കിൽ തീർന്നു തന്നെ. അത്രേ ഉള്ളൂ. 10 മണിയായിരുന്നത് ബാറ് 12 മണി വരെ ആക്കിയത് സന്തോഷമേ ഉള്ളൂ. കാര്യം കുടിയാന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് വീട്ടിൽ പോകണ്ട. കാര്യം 12 മണിക്ക് കുടിച്ചേച്ച് പിന്നെ ബാറിൽ തന്നെ അവർ കിടന്നുറങ്ങിക്കോളും. ഉറങ്ങി പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ബാറ് അടയ്ക്കുമായിരിക്കും. അത് വീട്ടിൽ പോകണ്ട. പിന്നെ ബ്രഷും പേസ്റ്റുമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ബാത്റൂമൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. വെല്ലൊക്കെ തേച്ച് ഫ്രഷായി വീണ്ടും രാവിലെ വരെ വീണ്ടും തുടങ്ങാം. അപ്പോൾ അതിനോട് പിന്നെ കുടിയന്മാർക്കൊക്കെ നല്ല സന്തോഷമായും പിന്നെ മറ്റുള്ളവർക്കുമൊക്കെ ഒരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്രയും കാത്തു കെട്ടി കിടക്കാൻ പറ്റിയല്ലേ ഇവരെയൊന്നും കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞായിരിക്കാം സർക്കാർ ചെയ്തേക്കണത്. പക്ഷേ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു 9 വരെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. പിന്നെ അവർ ചിലപ്പോൾ ഇഴഞ്ഞു പോകും, ചിലപ്പോൾ അവരെ കിടക്കും. പിന്നെ അടുത്തുള്ള റൂം എടുത്ത് അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റും ബ്രഷും ഒക്കെ ആയിട്ട് നിന്ന് അതൊക്കെ കഴിയുമ്പോൾ പല്ല് തേച്ച് വീണ്ടും അടുത്ത ബുക്ക് ചെയ്യുക. രാവിലെ മുഖം കഴുകണ്ടേ, മുഖം ഇതിനകത്ത് കഴുകണമായിരിക്കും. പിന്നെ വീട്ടിൽ മുഴുവൻ പൈസയും കൊണ്ടുപോകാം. ഇങ്ങനെയാകുമ്പോഴത്തേക്ക് വീട്ടിൽ അധ്വാനിച്ച് വൈകുന്നേരം പൈസ ആയിട്ട് വരുമ്പോൾ ഈ പൈസ മുഴുവനും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ആകുമ്പോൾ 10 മണിയാകുമ്പോൾ 10 മണിക്ക് അതിന് മുമ്പ് വീട്ടിൽ ചെല്ലാം. ഇപ്പോൾ 12 മണി എന്ന് പറയുമ്പോഴത്തേക്കും ചെല്ലാൻ പറ്റില്ല. അപ്പോൾ പൈസ അന്ന് ജോലി ചെയ്ത പൈസ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് പ്രയോജനാർക്കാ ഇതിൻ്റെ? ബാറുകാരനും സർക്കാരിനും. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരനായ ഞങ്ങളെപ്പോലുള്ള വണ്ടിക്കാർക്കോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവും ഇല്ല. അത് എപ്പോഴും പ്രയോജനം സർക്കാരിന് തന്നെ. ലോട്ടറി ആണെങ്കിലും വെള്ളമാണെങ്കിലും. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇത് 12 മണി വരെ അല്ല, ഇത് 24 hours നടത്തേണ്ട ഒരു കാര്യമായി ബാറ്. കാര്യം എന്നാലും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. ഒരു എൻജോയ്മെൻറ്റ് 24 hours കൊടുക്കണം. കാര്യം അത്രയും അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാര്യം 12 മണി വരെ പിന്നെ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ശമ്പളമായി, പിന്നെ അവർക്കുമൊക്കെ ശമ്പളമായി. ഇപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി പെൻഷൻ അനുവദിക്കണം ബാർ തൊഴിലാളികൾക്ക്. അപ്പോൾ ബാർ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. കാര്യം 12 മണി വരെ പോരാ, അവർക്ക് വെളുപ്പാങ്കാലം വരെ കൊടുക്കുമെന്നുള്ള ഒരു അഭിപ്രായം തന്നെ. എല്ലാവർക്കും ഒരു വീട്ടുകാർക്കാണെങ്കിൽ പ്രയോജനമല്ലേ. അവിടെ ചെന്നുവെച്ച് ബഹളം എല്ലാവരോടും പുറത്തൊന്നും കയറണ്ട. ഇവിടെ കൊണ്ട് കുഴിച്ച പിന്നെ ഇത് മുഴുവൻ ഏമാന്നുണ്ടോന്നും വീട്ടുകാർക്ക് ഏക്കിയല്ല. നല്ല കാര്യമാണ്. എനിക്കിപ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ ശരിയായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോട്ടെ.